ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബാക്കിൽ നിന്ന് ഒരു മുതൽ വരുന്നുണ്ട്. മോൾക്ക് അരിയും കൊണ്ട് പോവാണ് അമ്മ. അതെ, മോൾക്ക് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ നിന്ന് വരുമാനത്തിന് ഞങ്ങൾ അരി മേടിച്ചതാണ്. അതെ, വീഡിയോ അതെ. എന്താണ് അമ്മ പറയാനുള്ള അരി കൊടുക്കുന്നതിൻ്റെ? അത് റേഷൻ്റെ നമ്മൾ മേടിച്ചു. അങ്ങനെ അതെ അപ്പം യെസ്, കുറുകുമണി വലിയ അരിയൊക്കെ മേടിച്ച് നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അവളൊരു പാവപ്പെട്ടവളാണ്. അവൾക്ക് നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോകണം. നമ്മൾ അവളെ ദത്തെടുത്തതാണ്. അവളോട് പറയാം, നമ്മൾ ദത്തെടുത്തുകൊണ്ട് കൊണ്ടു കൊടുക്കുകയാണ് അവൾക്ക്. യൂട്യൂബ് എടുക്കുന്ന ഈ കാറിന് എന്തോ പറ്റിയിട്ടാ. കാറ് കഴുകുത് എന്തുട്ടമ്മേ പാടൊക്കെ. ഷൂട്ടിന് പോയപ്പോഴേക്കും കാറിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഗൈസ്? നമ്മൾ എടുക്കാണ്ട് ഇതേ വരുന്നു. ചാക്ക് 30 കിലോ അരിയുണ്ട്. ചാക്ക് എടുത്തിട്ട് ബാക്കിൽ വെക്കണം. കാറ് എന്താണ് മോനെ കാറ് സുഖല്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ. നമ്മുടെ കുട്ടൻ ഞാൻ നീല കളർ ഡ്രസ്സ് മാച്ച് മേക്ക് ഫോർ ഈച്ച് അതറാ ഞങ്ങൾ. മോളെ ഞാൻ എടുത്ത് പൊക്കി വെക്കാം. ഇതുള്ള എന്തിനുള്ള പുറപ്പാട് അങ്ങോട്ട് പോയിട്ട് തുറക്കാം. വെയിറ്റ്. അപ്പോൾ നമ്മൾ അഞ്ജുവിൻ്റെ അടുത്ത് പോട്ടെ ഗൈസ്. അഞ്ജുവിൻ്റെ അടുത്ത് പോയി മാത്രമല്ല, വേറെ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ വീഡിയോ ആണിത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സഹായിക്കാൻ നമ്മുടെ മാതൃേച്ചി വന്നിട്ടുണ്ട്. അരി കയറ്റി വയ്ക്കാൻ റോട്ടിൽ കൂടെ ജിമ്മിന് പോകണ്ടിട്ട് മാതൃേച്ചിക്ക് പിന്നെ അതൊക്കെ പുത്തിരി ആവൂലല്ലേ? ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാം. ജിമ്മിന് പോകണ്ടേ മാതൃേച്ചിക്ക് അതൊക്കെ പുത്തിരി ആവും. പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താ അമ്മ കണ്ടില്ലേ? അത് നടി എങ്ങോട്ട് പോയിട്ടാ? എന്റെ അമ്മ അത് വേണോ? ജിമ്മിന് പോയിട്ടായിരുന്നോ? പോവാൻ പോണല്ലേ? ജിം മാസ്റ്ററാണ്. ഇതിലേക്ക് ഭംഗിയുണ്ട് കുഴപ്പമില്ല. അയ്യോ ആണല്ലേ, കുറച്ച് കൊടുത്താൽ നിൽക്കണു. അമ്മയുടെ ചങ്കാണ്ടോ മാതൃേച്ചി? അവിടെ ജോലി അല്ല, പണ്ടോട്ടെ മാതൃേച്ചിന് അറിയാലോ. അല്ലാണ്ട് ജോലിക്ക് പോണോന്ന് പറഞ്ഞിട്ടേ ചാക്കൊക്കെ പിടിപ്പിക്കണു. എന്താ അവസ്ഥ അല്ലേ? പോട്ടോ ഗൈസ്, നമ്മള് ബൈ, താങ്ക് യു. ചാക്കൊക്കെ പിടിപ്പിച്ചിട്ടേ. അതെ നാളെ ബൂസ്റ്റും കൊണ്ട് ചെല്ലാം മോട്. ബൈ ബൈ. ഏത് അവിടെ വെച്ചു അല്ലേ? എന്റെ അമ്മേനെ ഒരു കൃത്യം ഇഷ്ടമില്ലാത്തൊരു അമ്മയാണല്ലോ. നമ്മള് കാറ് കഴുകിയതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കാറിന്റെ സംഭവം. അപ്പൊ ഗൈസ് നമ്മള് പുറപ്പെടട്ടെ കേട്ടോ. ആക്ഷൻ. മോളെ പോവാ നമുക്ക്. കാറിന് ക്യാമറയ്ക്ക് എന്തോ പാട് കണ്ടു. അപ്പൊ ഞാൻ തുടയ്ക്കാൻ നിന്നില്ല. ആരൊക്കെ അവിടെ നോക്കുന്നുണ്ട് പോവാം. ഗൈസ് നമ്മൾ പോട്ടെ കേട്ടോ. അവിടെ പോയിട്ട് കാണിക്കാം ബാക്കി കാര്യങ്ങൾ. സാധനം എടുക്കാണ്ട് പോവാം. നല്ല കയറിയുള്ള പ്രത്യേകതയാണ്. അമ്മയ്ക്ക് പാട്ടില്ലാണ്ട് പോവില്ല. ഇത് ടൂർ പോവാൻ തോന്നുന്നു. അഞ്ചുനടിക്കാൻ പോണേ ആരോ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ പോണ കാരണം നമ്മൾ വഴി കൊടുത്തതാണ്. അപ്പോൾ വീഡിയോ ഓഫ് ചെയ്യേണ്ട വന്നു. അപ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ട് പോകില്ലേ? ഡാൻസ് കളിയോ? ഇല്ല, നമ്മള് പോട്ടെ ഗൈസ്. അഞ്ചുൻ്റെ അടുത്ത് എത്തിയിട്ട് മൂത്തമ്മയുടെ അടുത്തേക്ക് നമ്മൾ എന്തിനു പോകുന്നു? അരി നമ്മൾ മേടിച്ച അരി കൊണ്ടുകൊടുക്കാൻ. പലചരക്കും പച്ചക്കറിയും ഉണ്ട്. വരുന്നുണ്ടേ, അവൾക്ക് കൂടെ കണ്ടിരിക്കാൻ. അതെ, ഞാൻ പോട്ടെ. ഞാൻ കുളിച്ചിട്ടുള്ളത് കാരണം മുടിക്കണ കിടക്കണം. അങ്ങനെ അലവലാതിന്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങള് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അരി മേടിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ അമ്മേ? നീ എങ്ങനെ പോണേ? പോയി വന്നാ കയറി ഇരുന്നിട്ട് വീഡിയോ പോവാ. നിന്റെ ഫാൻസിനോട് നിനക്ക് എന്താണ് പറയുന്നത്? ഞങ്ങൾ അരി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വണ്ടി വന്ന് ഇങ്ങനെ ഡൈവ് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മള് തിരിക്കട്ടെ ഗൈസ്, തിരിച്ചിട്ട് വരാം. ബാക്കിൽ നിന്ന് ഒരു ബാഹുബലി അരി എടുത്ത് വരുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്നത് ഇതാ പോണു. ബാഹുബലി അയ്യോ, ആൾക്കാരൊക്കെ നോക്കാം. വരുന്നു ബാഹുബലി. ഇത്ര ഭാരപ്പെട്ട പണി എന്താന്ന് എന്റെ നടു തളർത്തല്ലേ റോസി? കാലും കൂടെ കേട്ടോ വണ്ടി. ഞാൻ പോയി പാർക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. പാർക്ക് ചെയ്തിട്ട് വരാം. ആരുടെ മതില്? നിന്റെ മറ്റവന്റെ മതിലാ? ഇവിടെ ഹോം ടൂർ കാണിക്കാം ഗൈസ്. ഇവിടെ ലൈറ്റ് ഇല്ലേ വീട്ടില്? എന്ത് ലൈറ്റ് വീട്? ലൈറ്റ് ഉണ്ടല്ലേ, ലൈറ്റ് ഇല്ലാത്ത വീടായി. അരി പറക്കണം അതിൻ്റെ കൂടെ കൂടെ. ഇവിടെ പാലൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുത്താണ് ഗൈസ്. മേടിക്കണ്ടേ? അങ്ങനത്തെ ഒരു ബിരിയാണി ചെപ്പ് അല്ലേ? അതല്ലേ നമുക്ക് അത് ഇടായിരുന്നു.
ചൂടാറ് വെക്കുന്നത് ചൂടാറുന്നത് എന്നിട്ട് അതിന്റെ പേര് ചൂടാറുന്ന ഫാന അല്ലടി വേറെ സാധനം ഹോം തിയേറ്ററാ എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓണാക്കിയിട്ട് സാധനങ്ങൾ വരുന്നത് അയ്യോ പുള്ളി അതെ അത് കിട്ടുമോ നല്ല കഥ എനിക്കൊരു എയർ ഫ്രയർ ചെവി തിരിച്ചേ അതെ അതെ 145 രൂപയ്ക്ക് 36 പേർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ എന്റെ കമ്മല് കൊണ്ടുപോയി രണ്ടര കളഞ്ഞോളെ എടുക്കടി എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവിടെ വരുമ്പോഴേക്കാണ് എനിക്ക് മുട്ടാറായി എന്ന് പറയുന്നത്. ഒരു പാക്കറ്റ് പാലിലൊന്നും മറ്റുള്ളവർക്ക് കാപ്പി വെച്ച് കൊടുക്കൊന്നും വേണ്ട. ഞാനല്ല കാപ്പി കുടി അമ്മയെ കാപ്പി കുടിക്കാം. പക്ഷെ പറയാ നീ കണ്ടിട്ടാ പാലേ പൂച്ചു ഗുരുവായൂർ പുള്ളു വേറെ വല്ല കാര്യത്തിന് തോന്നിട്ട് അവൾക്ക് മൊത്തം പറഞ്ഞു. നീ പാത്രം കൊണ്ട് ഞങ്ങളൊക്കെ ചേട്ടൻ ഞങ്ങൾ ഞങ്ങൾ ആരും എന്ത് വന്നാലും വാങ്ങിക്കും. എന്റെ ഇവിടത്തെ അമ്മയ്ക്ക് ഈ സേവനത്തെ പിള്ളേരല്ലേ തോളത്തിട്ട് കാണുമ്പോ അമ്മയ്ക്ക് ഇവിടത്തെ അമ്മയ്ക്ക് വയറ് കത്തും. അയ്യോ പാവം കുട്ടിയോട്. അവരിവിടെ വന്നൊരു ഡയലോഗ് ഉണ്ട്, ഒരെണ്ണം കൂടി എടുത്താൽ മതി ചേച്ചിയെ ടാർഗറ്റ് മുട്ടാനായിട്ട്, ഒരെണ്ണം എടുക്കുമോ ചോദിക്കും. അമ്മ ഒന്നും നോക്കില്ല, അമ്മ അപ്പം എടുക്കും. അങ്ങനെ എന്തോ അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മ വാങ്ങിച്ചു വെച്ചാണത്. 45 രൂപയ്ക്ക് 2 അതിലേക്ക് തന്നെ ഒഴിച്ചു വെക്കി. വളരെ കഴിവ് അധികം പാലുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്താലേ അമ്മയ്ക്ക് വിര കുത്തും, എല്ലാം കുത്തും. വളരെയധികം ഉണ്ടാവാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ലേ കാപ്പി. നിന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞ ആൾക്കാരെ ശ്രദ്ധിക്കും. യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷെ ഇവൾക്ക് വർത്തനം പറയാൻ അറിയാത്തതുകൊണ്ട് ഇവൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല. ചിക്കൻ കറി വെക്കാം, ആവി പറക്കണം തന്നെ പോയിട്ട് ആവി അറിയാണ്ടല്ലേ സമയമില്ല. എന്റെ അമ്മ തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ മോട്ടറൊക്കെ ഞാൻ പോയി നിർത്തണ. പൊട്ടിക്കഞ്ചു എനിക്ക് ജീവനിലെ കൊതിയുണ്ട്. 5 ദക്ഷിണേക്ക് പോകണം. ചിങ്ങമുട്ട എന്നിട്ട് കയറി വരൂടി. അത് ഈ പാട പൊട്ടിണ്ടാവില്ല. ഞങ്ങൾക്ക് ചിന്നിയ മുട്ട മതി, അതുകൊണ്ട് 2.5 രൂപ കൊടുത്ത് അത് വാങ്ങും. ഞങ്ങൾക്കൊന്നും പൊട്ടിച്ച് കളയാൻ ബിഗ് ബോസ് നന്ദയുടെ പോലെ കാശില്ലേ. വിചാരിച്ചോട്ടെ, അതുകൊണ്ട് ഒറ്റ പൈസ പയ്യാണ്ടായി. ഇവളാണ് കൈസ് എന്നെ നശിപ്പിക്കുന്നത്. ഇവള് വന്ന ജീവിതത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ജീവിതം. പിന്നെ വീട്ടിൽ വന്നപ്പോ തൊട്ട് ലൈറ്റ് ഇല്ലാത്ത വീടായി പോയി ഗൈസ്. ഞങ്ങൾക്ക് KCBക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. കാശ് എന്റെ രാവിലെ തന്നോട്ടെ, എന്നാലും ഞാൻ KCBക്ക് കാശ് കൊടുക്കണം. ബൈക്ക് സ്കൂട്ടി ചാവിയാ ഞാൻ പോയിട്ട് ദക്ഷിണയിൽ പോയിട്ട് നമ്മള് കഴിക്കേണ്ട കാശ് എന്തിനാ വെറുതെ KCB കൊടുക്കണം. അപ്പൊ ആവശ്യമില്ലെങ്കിൽ ലൈറ്റും ഫാനൊന്നും ഇടണ്ട, അതൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. ഓക്കെ വീഡിയോ അറിഞ്ഞിട്ടില്ലേട്ടാ. അമ്മ അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല. അമ്മ ദേഹമുദ്ര പാല് തറച്ചു പോയി. ഇതാണ് എണ്ണ ചേർന്ന തത്ത. കാണിക്കണമ്മ ഹെൽമെറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടോ? ഇതാണ് അവളുടെ വീഡിയോ ട്ടോ ഗൈസ്. കണ്ടോ പോട്ടെ, തിളക്കിട്ട് അവള് പാല് തിളച്ച് പോണം. ഇവിടെ കാറിന്ന് മാസ്ക് എടുക്കണ്ടേ? ഒന്ന് പോയിട്ട് വരാം ഗൈസ്, പോയിട്ട് വരാം. ദക്ഷിണയിൽ പോകണം. എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും അവിടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മേടിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, ഒരു ഉണക്ക ബജ്ജി തന്നിട്ട് ഞങ്ങളെ പറ്റിക്കാം ഗൈസ്. ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. 5 രൂപ ഈ ബജ്ജി വെച്ചേ ബജ്ജി ചാവൂട്ടും ഞാൻ പിടിച്ചിട്ട് 7 രൂപയ്ക്ക് ഇത്ര വലിയ ബജ്ജി കിട്ടിയതും പോലില്ല. ഉപ്പിരിക്കണ തൊട്ടുമുക്കി തിന്നോ. എന്താ ഓരോ ഒക്കെ ബജ്ജി ഒരു വീട്ടിൽ വരുമ്പോ എങ്ങനെയാ? ഞങ്ങൾ സെലിബ്രിറ്റില്ലേ? മുദ്ര വെച്ചിരിക്കണ വേണം, ഊണേക്കണോ, ചോറ് വെച്ചിട്ടോ. എങ്ങനെയാ ആൾക്കാർ വരുന്നുണ്ടോ? എനിക്കിവിടെ ചില തോന്നുന്നുണ്ട്, എനിക്ക് ശ്വാസം കിട്ടാണ്ടൊന്നും പറ്റില്ല. നിങ്ങളെ ഫ്ലാറ്റിലേക്കണോ? ഫാനില്ല, നമ്മൾ റിച്ചാകുമ്പോ കാറ്റിലൊക്കെ ഉണ്ടാവില്ലേ? അല്ലേ? റിച്ചല്ല, ഞങ്ങളാരും മേടിച്ചിരുന്നില്ലേ 30 കിലോ അരി. ഞങ്ങൾ എത്ര വരുമാനം കൊണ്ടല്ലേ 30 കിലോ അരി വാങ്ങാനുള്ള വരുമാനം ഉണ്ടാക്കണല്ലോ. കൂറുകമ്മണിയാട്ടാ മേടിച്ചോണ്ടെടുത്തത്. പിന്നെ പച്ചക്കറി അതെ അവിടെ പ്രസവിച്ച് കിടക്കണല്ലോ. ഓറഞ്ച് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അണ്ടിപ്പഴുപ്പ് എന്താ പറയാ? പക്ഷേ അണ്ടിപ്പരിപ്പ് എന്റെ വീട്ടിൽ നിർത്തുകൊണ്ട് തരാറുണ്ട് ചിലര്.
എന്നുവെച്ചാൽ അവള് വന്ന് വീഡിയോയിലൊക്കെ നിൽക്കണ യൂട്യൂബിൽ നിന്ന് കൊടുക്കണ്ട അവൾക്ക് എന്തെങ്കിലും എന്റെ ശിവനെ ഗൈസ് അറിയാലോ ഞങ്ങൾക്ക് അതാ പറ്റുള്ളൂ ജോലിക്കൊക്കെ പോയി എന്തുകൊണ്ടാണ് വാഴ കൊടുക്കണം കണ്ടുപിടി അടക്കണം കൊതു വരുന്നു ചായക്ക് കൊണ്ടാ ഇത്ര വേണ്ടട്ടാ പത മാത്രമാണോ ഇത്ര വേണ്ടെന്ന് ചെറിയതൊരു ഗ്ലാസിന്റെ ഞാൻ അത്ര കുടിക്കില്ല ഞാൻ പോയിട്ട് വരാം ഗൈസ് ബൈ ഞാൻ ദക്ഷിണ പോയിട്ട് വരാട്ടാ വന്ന് കേറിയപ്പോ വണ്ണം വെച്ചോ നിങ്ങളല്ലേ നിങ്ങളല്ലേ വണ്ണം വെച്ച ഞാൻ വന്ന് കേറിയപ്പോ തന്നെ ദക്ഷിണല്ലേ എന്റെ ഫോട്ടോ കണ്ടോ അവിടെ ഒരാൾ ഈ സൈഡൊക്കെ ചെയ്ത് വരുന്നു എന്താ കഥ അതെ ഇതാണ് എന്റെ കോസ്റ്റ്യൂം ഗൈസ് ഞാൻ ഇതൊന്നും ഇട്ടോക്കട്ടെ കേട്ടോ ഇത് വേറെ പിങ്ക് അല്ല വേറെ എന്തോ ഷെയ്ഡാണല്ലേ ആ നല്ല നല്ല കളറാ ഇതാണ് എന്റെ അച്ഛനാ ഇവിടെ ഒരാൾ നോളി ഇരുന്നിട്ട് അതാണ് കേട്ടോ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം നല്ല കളറാണ് നാളെ ഷൂട്ടിനുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ അനീഷ് ബാലാണ് നമ്മുടെ ദക്ഷിണയാണ് ചീത്ത തന്നിരിക്കുന്നത് പിന്നെ എവിടേക്കാണല്ലോ വരാറ് ഇനി ഷോൾ ഉണ്ടല്ലേ ഈ കളറിലേക്ക് ഗോൾഡൻ കളർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ ആണോ റെഡിലേക്ക് ഞാൻ റെഡിലേക്ക് ഞാൻ എൻ്റെ കയ്യിലില്ല ഷോളും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളിനി ഇത് കൊണ്ടുപോയിട്ട് ഇനി എൻ്റെ വണ്ടി അവളുടെ വണ്ടി കൊണ്ടുവന്നാണ് ഞാൻ അഞ്ജുവിൻ്റെ ചേച്ചിയുടെ കൊണ്ടു കൊടുക്കണ്ടേ ഞാൻ താങ്ക് യു ഇതിട്ടിട്ട് ഞാൻ വീഡിയോസ് അയച്ചു തരാം ദൂരട്ടെ മറ്റേ ഡ്രസ്സ് അവിടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ട് തോന്നുന്നു ഓണത്തിനുള്ള ഫുൾ സെറ്റാന്ന് പറഞ്ഞിട്ട് ഗൈസ് എന്റെ ഫോട്ടോ വെച്ച് എന്തുകൊണ്ടാണ് എന്റെ ഫോട്ടോ വെച്ചത് അനീഷ് ബാലിച്ചേട്ടാ നല്ല രാശിയല്ലേ നിന്റെ ഫോട്ടോ വെച്ച് ഭയങ്കര രാശി അതുകൊണ്ടാണ് അയ്യോ എന്റെ ഫോട്ടോ വെച്ച് കണ്ടോ ഗൈസ് കണ്ടോ കാണാൻ കണ്ടോ ഇന്റർനാഷണൽ ഡിസൈനർ അനീഷ് ബാലൻ ഇതാണല്ലേ ഇന്റർനാഷണൽ ഡിസൈനറാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഫോട്ടോ ഒക്കെ ഇട്ട് ചുള്ളനായിരുന്നു ഇപ്പൊ ഷർട്ടൊക്കെ ഇട്ട് വയ്യത്തോലെയിരുന്നു പോവാണ് ഗൈസ് ഞാൻ ഈ ഒരു ഫോട്ടോയും കൊണ്ട് പോകണ്ടോ ഞാനും ഇതേ ഡ്രസ്സും കൊടുത്തു കൊണ്ടിട്ട് എല്ലാവർക്കും തെളിവായില്ലേ കൊണ്ടുപോട്ടാ അല്ലെങ്കിൽ ഇവിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ട് വാർത്തുന്നു അപ്പൊ ഈ ഫോട്ടോയും കൊണ്ട് പോവാണ് ഞാൻ ഓക്കെ ഫോട്ടോ ഇനി അടുത്ത മഴ പറഞ്ഞിട്ട് മുമ്പ് ഫോട്ടോ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തത് ആവശ്യമുള്ളവരൊക്കെ പറഞ്ഞോട്ടെ ഇത് അവിടെ എല്ലാം ഉണ്ട് അല്ലാണ്ട് ഞാൻ എടുത്ത് വെച്ചിന്റെ ഫോട്ടോ ഓക്കെ ബൈ ബൈ ഓക്കെ ഇത് വെച്ചറിയതാവും ഞാൻ അവിടെ പോട്ടെ അഞ്ചിൻ്റെ അടുത്ത് പിന്നെ നമ്മളെ വണ്ടിയും ഇവിടെ 5 പേര് എന്താ എം വി ഡി കാണുകയാണെങ്കിൽ ഇവിടെ കണ്ണാടിക്ക് മിററില്ല എന്റെ ഫോട്ടോ കാണിച്ചു ഫോട്ടോ ഒക്കെ വെച്ചേക്കണേ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ ഞാൻ കാണിച്ചു കൊടുത്തതാണ് ഫോട്ടോ വെക്കേണ്ടിയിരുന്നെ അതെ അനുഷേന്റെ വഴി പറയാ നിന്നെ കൽപ്പനയായിട്ട് തോന്നുന്നു കൽപ്പനയുടെ ഇരുന്ന് എന്താ പറയാ സംസാരവും ചേട്ടാ കൽപ്പനയ്ക്ക് ഒരു ജോഡി ഡ്രസ് കൊടുത്തു കൊടുത്താ ഇവള് ജിമ്മിന് പോവാണ് എന്റെ കാറിന്റെ ചാവി ഇവിടെ ഇവള് ജിമ്മിന് പോകണം ഇവളെ ജിമ്മിൽ ഇറക്കണം ഇവൾക്ക് കുറച്ച് ഇറക്കി നിന്നെ അവിടെ പോണം നിനക്ക് വേഗം പറയട്ടെ നല്ല പൈസ കിട്ടില്ല ഞങ്ങക്ക് പന്നച്ചി വാ കാറ് അങ്ങടെ പോണ്ട് ഇങ്ങടെ കൊണ്ട് അഞ്ചു ശല്യാണ് കേട്ടോ വല്ലാത്ത ശല്യം കാറൊക്കെ എടുത്തിട്ട് ജിമ്മിൽ കൊണ്ടിറക്കണം പാട്ട് പാടുന്ന ചാരി പാട്ടിന്റെ തരില്ല ഈ പാട്ട് നന്നായിട്ടില്ലോ എന്ന് പറയണ്ടേട്ടാ ഇതെങ്ങനെയാണെന്നറിയോ ബാക്കിയുള്ള പട്ടികളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ തള്ളപ്പട്ടി പിള്ളേരായി കഴിഞ്ഞാൽ ഓടിപ്പിച്ചു കൊടുക്കും ഇതിവിടെ വന്നപ്പോ ചൊക്കിളിരുന്നു ഇവിടുത്തെ പഴമൊക്കെ തിന്നിട്ട് വലുതായതാ എന്നിട്ട് ഇത് ഫ്രണ്ടിലിരുന്നോ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി കേട്ടാ ഇരിക്കും 50 രൂപ മേടിച്ചാൽ 500 രൂപയ്ക്കുള്ള പോലെ അമ്മ തന്നെയാണ് കാശന്നില്ല 50,000 വീഡിയോക്ക് വേണ്ടിട്ട് പറഞ്ഞത് ഗൈസ് അല്ല ഞാൻ 1 രൂപയ്ക്ക് 2 ദിവസം കൂടെ നാശായിപ്പോ അമ്മ പറയൂ പഠിച്ചിട്ടിരിക്കണ ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറയാനുള്ള എനിക്കൊന്നും പറയില്ല ഇതാ ആകാശത്തിരിക്കണ ആളെ കണ്ടോ ഇതെങ്ങനെ എടുത്തിരിക്കുക ഓശോ എൻ്റെ അച്ഛൻ അവിടെ ആകാശത്തിരിക്കണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല നന്ദിപ്പം ഞങ്ങളുടെ ലാൻഡ് ലൈനിന്റെ പോസ്റ്റൊക്കെ കൊണ്ടുപോകും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും ഗുരുവായൂരപ്പ വിളിയേക്കുന്നുണ്ടോ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പോവാ
അമ്മയുടെ അഭിപ്രായത്തിൽ ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, വിളി കേൾക്കുന്നില്ല. എനിക്ക് കോങ്കണ്ണ് ചെറുതായിട്ടുണ്ട്, പക്ഷെ ഇതിലേക്ക് ക്യാമറ എവിടെയാന്ന് നോക്കാൻ അറിയാത്തോണ്ടാണ് കേട്ടോ. ഒന്ന് റൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചേട്ടാ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. കാണിക്കാനാണ് ഗൈസ്. അതൊന്നും കേട്ടിട്ടില്ല. നമ്മൾക്ക് ജിമ്മിന് പോയിട്ടേ ജിമ്മിലെ ആൾക്കാരെ ഷോ കാണിക്കാനാണ് ഗൈസ്. കാറിൽ കാണിക്കണ്ട. വഴി പറഞ്ഞു ജിമ്മിലല്ലേ വീട്ടിലേക്ക് ഗോ സ്ട്രേറ്റ്. മസാലപൂരി, പാനിപൂരി, ബെൽപൂരി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ജിമ്മിന്റെ വിഷമിച്ചിട്ടാ. അയ്യോ ഒന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ വാമപ്പ് എടുത്തിട്ടിരിക്കണം. എനിക്ക് നേരെ പോയിട്ട് വേണം അവിടെ പോയി പണിയെടുക്കാൻ. പുറം വലിങ്ങിട്ടിരിക്കണം ബാക്ക് അടിച്ചിട്ട്. ലെഗ് നാളെ. സോ ഞാൻ പണിയെടുക്കാണ്. മണ്ണൊന്നും പറയണില്ല. പറയണില്ല, പക്ഷെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇച്ചിരി സുഖമുണ്ട്. ആ ചേച്ചിനെ കൊണ്ടുപോകും. എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നന്ദു സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇതവളെ കാണിക്കട്ടോ. ഹെവി റൈഡറാണ് ചേട്ടൻ. ഇങ്ങോട്ട് നോക്കിയിരുന്ന് എന്നെ അമ്മേനെ അവസാനത്തെ റൈഡർ ആക്കരുത്. നമ്മളിങ്ങനെ ഭയങ്കര നമ്മള് റൈഡർ കണ്ണാപ്പി ആവണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ കിണ്ണാപ്പി. ഇവിടെ കുറെ ആക്സിഡന്റുകളൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പൊ നമ്മൾ നോക്കി കണ്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മള് ശരിയാണ് കേട്ടോ. കുട്ടനല്ലൂർ ഒരു അമ്പലമാണ് കാണുന്നത്. ബാക്ക് ക്യാമറ കാണിച്ചു കൊടുക്കുക, ഓഫ് ചെയ്തിട്ട്. ഇതാണ് അമ്പലം കാണിക്കണ ചെക്കന്മാര് കാണിക്കണ എല്ലാവരും കാണിക്കുന്നത്. ഓക്കെയാ വണ്ടി ഹെവി റൈഡർ. ഓ മൈ ഗോഡ്. പണ്ട് മുതൽ എങ്ങനെയാ ഭയങ്കര വീഡിയോ ഞാൻ ഓണാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണാപ്പിയുടെ റൈഡിങ് കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അയ്യോ ഇനി എന്തിനു കൊള്ളാം. ഇത് സർവീസ് റോഡാണ് ഗൈസ്. ഇവിടെയാണ് കുറെ ആക്സിഡന്റ് അല്ലേ പറ്റിയത്. ഇവിടെ അല്ല, ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പൊ ടാറ്റ ഈ വീഡിയോ ആണ്. ആദ്യം ജീപ്പിലായിരുന്നു. 3 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. തീ പിടിച്ചു പോയി. ജീപ്പ് മൊത്തം കത്തിപ്പോയി. കൊറേ കാറൊക്കെ കത്തിപ്പോയിണ്ട്. ഇവിടെയാണ് ഈ ഗേറ്റിന്റെ ഷോറൂമിൽ അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഒരു ചേട്ടനെ വണ്ടി ഇടിച്ചത്. 2 പിള്ളേരെ വെച്ചിട്ട് തിരുപ്പടിച്ച് പോയിരുന്നു. ചേട്ടൻ സ്പോട്ടിൽ പോയി. പിള്ളേരുള്ള ആളാണ് വണ്ടി ഇടിച്ചത്. ഇതാണ് കൺസ്യൂമർ ഫെഡ്. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണെന്ന് എനിക്ക് ഒരു പിടുത്തല്ല. അതായത് ഞാൻ പറഞ്ഞുതരാം, പോകുന്നതുണ്ടായിരുന്ന കൺസ്യൂമർ ഫെഡ് പാവപ്പെട്ട കുടിയന്മാർക്ക് അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചു. ഇവിടെയാണെങ്കിൽ കുട്ടനല്ലൂർ ബിവറേജും ഉണ്ട്. ഇപ്പൊ 2 സർവീസ് റോഡിന്റെ ഈ 2 വഴിയും കട്ട ബ്ലോക്കാണ്. നന്ദു ലെഫ്റ്റ് ആണ് കേട്ടോ. നേരെ പോയിട്ട് ഹമ്പ് ചാടിയിട്ട് ലെഫ്റ്റ്. ഗൈസ് ഇവിടെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ദൈവങ്ങടെ ആ റോഡ് മൊത്തം നടക്കുക. ഇടിച്ചു ഞാനിട്ടാ എന്നെ അറിയില്ല നിനക്ക്. സിംഗപ്പെണ്ണിയാണ്. അതെ ഇടിച്ചാട്ടാ. ആർക്ക് പോയി ഇവിടെ തന്നെ പോയി. ആർക്കും പോയില്ല ഗൈസ്, ആർക്കും പോയില്ല. എന്റെ വണ്ടിനെ പറ്റി നിനക്ക്, ഞാൻ ഓടിക്കുന്നതിനെ പറ്റി എന്താ നിനക്ക് അഭിപ്രായം? അവള് നല്ല കണ്ണാപ്പി റൈഡറാണ്. റാഷ് ഡ്രൈവിംഗ് എന്നൊന്നും ഞാൻ പറയില്ല. അതായത് അവൾക്ക് അതിന് അർത്ഥം അറിയില്ല. അതുകൊണ്ട് പിന്നെ എന്തും പറയാം. ഹെവി ഡ്രൈവറാണ്. ഹൈ സ്പീഡിലാണ് ഓടിക്കുക. റാഷ് ഡ്രൈവറാണ്. ഒരു റെഡിക്യുലസ് ഡ്രൈവറാണ്. ഇതിനൊന്നും അർത്ഥം അറിയാത്തോണ്ട് അവള് വിചാരിക്കണം അവളെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുകയല്ല. 5 എന്റെ ജിമ്മത്ത് അറിയട്ടാ. ഞാൻ ഇനി അടുത്ത റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോ? എന്നെ അത് ഈ ലെഫ്റ്റിൽ ഇറക്കി വിടുന്നുണ്ടോ? ദാ കാണുന്ന അയ്യോ അടക്കം നിറച്ച് വണ്ടികളാ. ആ കാറുകാരൻ പൊട്ടടി അതിന്റെ പിന്നിൽ കൊണ്ടേ കയറ്റിക്കും. അവിടെട്ടാ ഞാൻ ജിമ്മിലെത്തി. ആ ചേട്ടനെ കൊണ്ടുപോകണ്ട. അപ്പൊ ഞാൻ പോവാണ് ഗൈസ്. ജിമ്മിലെത്തി ഗൈസ്. 2 ആൾക്കാർ കാണുന്ന വെച്ചിട്ടാണ് ജിമ്മിൽ വന്നത്. പക്ഷെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് നല്ല കഥ. നമുക്ക് ഫ്രണ്ടിക്ക് പോവാ. ബൈ ബൈ. ജിമ്മിലേക്ക് പണെടുക്കട്ടെ. എല്ലാ ഡമ്പലും എല്ലാ വെയിറ്റും വീട്ടിലോ പണെടുക്കില്ല. അപ്പൊ പിന്നെ എന്താണ് ജിം പരിചയപ്പെടുത്തി പോളാൻ. വെറുതെ വന്നോ കണ്ടിട്ട് പോവാ. വന്നോ കളിയാക്കി. അതെ ആരില്ല, വെറുതെ വന്നോ കണ്ടിട്ട് പോവാ. ഞാൻ ജിമ്മിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നേക്കാണ്. പൈസ ഫീസ് ഭയങ്കര കുറവാണ്. 390 രൂപയുള്ളോ മന്ത്ലി. എവിടെ കിട്ടും? ശരിയാ. AC ഉണ്ട്. അതാണ് പൈസ കുറവാണ്. ഈ പടി കയറുമ്പോഴേക്കും ജിമ്മിന് പോകേണ്ട ആവശ്യമില്ലടി. പടി കയറിയുണ്ട്.
ഇതാണ് നൈറ്റ് നഷ്ടം ഇങ്ങനെ കയറി വരുന്നു. ഇതാണ് നമ്മളെ ജിമ്മ്. 5 ജിമ്മിൽ നീ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചു കൊടുക്കില്ലേ? ഞാൻ ജിമ്മിന് പോകാറില്ല. ജിമ്മ് കാണിച്ചിട്ട് മനുഷ്യനവിടെ തള്ളിയിടും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട, അരമണിക്കൂറുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടോ? സമയമുണ്ടോ അവിടെ? ജിമ്മിന്റെ പ്രൊമോഷനായിട്ട് ഇവിടെ വന്ന് എന്നെ വിളിച്ച് കയറ്റി കൊടുത്താണ്. ജിമ്മിൽ പോട്ടെ എന്താ ജിമ്മ് നല്ല ജിമ്മാണ്. ആണോ? ഓക്കെ ഇവിടെ അവളെ ജിമ്മൊക്കെ ഓ ഇപ്പൊ തന്നെ തുടങ്ങിയില്ലാണ്ടി. ചേട്ടൻ പറഞ്ഞേ അവിടെ ചേച്ചി ഫോട്ടോ എടുത്തപ്പോ എന്താ നന്ദനായിട്ട് ഗ്ലാമർ. അപ്പൊ ചേച്ചി ചേട്ടൻ ഇടിക്കാണ്. എൻ്റെ മീൻ ചേട്ടൻ പറയാമേ അവർ ഫോട്ടോ എടുക്കുമ്പോ നന്ദനെ ഗ്ലാമർ ഇട്ടാന്ന്. അപ്പൊ ചേട്ടൻ ഇട്ടിക്കണു. എന്താ ചെയ്യാൻ, ഞാൻ ഭയങ്കര ലുക്കായത്. എന്റെ കുഴപ്പമില്ലല്ലോ ഗൈസ്. അല്ലല്ലോ നമ്മളിനി വീട്ടിൽ പോകണം ഗൈസ് അല്ലേ? നമ്മൾ വീട്ടിൽ പോകല്ലേ? അതെ ഗൈസ് പോട്ടെട്ടോ. ഭയങ്കര ഡ്രൈ ക്ലീൻ ചെയ്ത് വാങ്ങണം. പോട്ടെ നമ്മൾ ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് മേടിച്ച് വരികയാണ്. ഒക്കെ വരും കൂട് ഒക്കെ പോയിണ്ടാവും ചിലപ്പോൾ. നമ്മളിനി വീട്ടിൽ പോട്ടെ ഗൈസ്. നമ്മുടെ ഇവിടെ മോളെ മിണ്ടാണ്ടിരിക്കും. കാർ ഓടിക്കുന്നത് ഞാനല്ലേ, എനിക്കും അടിക്കും അറിയാട്ടാ. വിചാരം കണ്ട ഞാൻ വണ്ടി ഓടിക്കണം പോലെ. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി ഗുളിയൊക്കെ വാങ്ങി. ചേട്ടനെ ഇടിച്ചില്ല, അതുകൊണ്ട് ചേട്ടൻ പോണു. നമ്മളിനി വീട്ടിൽ പോകണം. വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് ഈ അമ്മയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ ഓർമ്മ വരല്ലോ. അമ്മയ്ക്കല്ല എനിക്ക് ലെഗിൻസ് മേടിക്കാൻ മറന്നു. ഈ കളറ് ഓ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഉണ്ടെന്ന്. ഞാൻ ഇടയ്ക്ക് മുറിച്ചു വാനടയ്ക്കുന്നു മേഡം. നിധി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഡയമണ്ടാ വാടകക്കാർ ഇന്ന് പിടിച്ച് നമ്മളെ പുറത്താക്കും തോന്നുന്നുണ്ട്. നമ്മൾ പോയി ലെഗിൻസ് മേടിക്കട്ടെ ഗൈസ്. വീട്ടിലേക്ക് വരിക സ്കൂട്ടിമ്മ. ഇനിയിപ്പോൾ സ്കൂട്ടിമ്മ കാറെടുത്ത് സ്കൂട്ടി എടുത്തില്ലെങ്കിലേ എൻ്റെ സ്കൂട്ടി ഇതെല്ലായിടത്തും കിടക്കും. വീണ്ടും വണ്ടി പണി പറ്റിച്ച് ഗൈസ്. വണ്ടി എടുത്തതും ഇങ്ങനെ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നൊക്കെ ശരിയാക്കാനായിട്ട്. നാടാ മോളെ നാടാ. നല്ല കണ്ടക ശനി കൊണ്ടേ പൂന്ന് പറയില്ല. അതാണിപ്പോൾ നമ്മൾ നടന്നിട്ട് ഷോള് വാങ്ങാൻ പോകണം. ഷോള് എവിടേക്ക് പോണേ? ഷോള് വാങ്ങാൻ അയ്യോ ഗൈസ്. അങ്ങനെ വണ്ടി പണി പറ്റിച്ചു. വണ്ടി റെഡിയാക്കാൻ കൊടുത്തു. ലെഗിൻസ് വാങ്ങാൻ പോയപ്പോൾ ലെഗിൻസും കിട്ടിയില്ല. അമ്മേ എനിക്ക് വയ്യ, അതും കിട്ടിയില്ല. അപ്പം നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി ചെയ്തു. അപ്പോൾ ചെറിയ വീഡിയോയിലൊന്ന് ഓട്ടപ്പാച്ചിലാണെന്ന് ആരെയും ഞാൻ കണ്ടത് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് കുറയും ചെയ്തു. അത് സന്തോഷം, സമാധാനം. അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.